നമസ്കാരം. വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയാലോ? അപ്പോ ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പോകുന്നു, അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് അത് നമ്മളോട് പറയാനായി തിരിച്ചുവരുന്നു. അങ്ങനെയൊരു കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ബൈബിളിൽ പെടാതെ പോയ പക്ഷേ ഒരുപാട് നിഗൂഢതകളും സ്വാധീനവുമുള്ള ഒരു പുരാതന ഗ്രന്ഥം, ഹാനോക്കിന്റെ പുസ്തകം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ കഥയുടെ കേന്ദ്രബിന്ദു ഹാനോക്ക് എന്നൊരാളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന ആ മഹാപ്രളയമൊക്കെ വരുന്നതിന് മുന്നേ ജീവിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? അദ്ദേഹം ഒരിക്കലും മരിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഹാനോക്കിന്റെ സ്വന്തം അനുഭവ വിവരണമാണ്. അദ്ദേഹത്തെ ഭൂമിയിൽ നിന്ന് നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും നേരിട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ശരി, അപ്പം നമുക്ക് ഹാനോക്കിന്റെ കൂടെ അങ്ങ് പോകാം, അല്ലേ? അദ്ദേഹത്തിന്റെ ആദ്യത്തെ യാത്ര എങ്ങോട്ടാണെന്നോ? ഈ സൃഷ്ടിയുടെ തന്നെ കേന്ദ്രത്തിലേക്ക്. ഒരേ സമയം നമ്മളെ അത്ഭുതപ്പെടുത്തുകയും പേടിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടം. അദ്ദേഹം അവിടെ കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു തീ കൊണ്ടുള്ള വീട്. ഉറക്കമില്ലാത്ത ഭീകരരൂപികളായ ജീവികളാണ് അതിന് കാവൽ. ആ കാഴ്ചയുടെ ഒരു ശക്തിയിൽ ഹാനോക്കിന്റെ ശരീരം തളർന്നുപോയി. അദ്ദേഹത്തിന്റെ ആത്മാവ് വേറെന്തോ ഒന്നായി മാറിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോ ആ സിംഹാസനത്തിനു മുന്നിൽ ആരൊക്കെയുണ്ടായിരുന്നു? ഹോ, അതൊരു വലിയ നിര തന്നെയായിരുന്നു. സെറാഫിൻ, കെരൂബിൻ പോലെയുള്ള ഏറ്റവും ഉയർന്ന പദവിയിലുള്ള മാലാഖമാർ, പിന്നെ ആയിരക്കണക്കിന് മറ്റു ദൂതന്മാർ, മിഖായേൽ, ഗബ്രിയേൽ, അങ്ങനെ ഒരു വലിയ സംഘം തന്നെ. ഇവരുടെയെല്ലാം നടുക്ക് ആരുണ്ടായിരുന്നു എന്നല്ലേ? ദിനങ്ങളുടെ തലവൻ എന്നറിയപ്പെടുന്ന വളരെ പുരാതനമായ ഒരു ദിവ്യരൂപം. ഇത് ദൈവത്തിന്റെ തന്നെ വളരെ ശക്തമായ ഒരു ചിത്രീകരണമായാണ് കണക്കാക്കുന്നത്. അപ്പോ ഈയൊരു സ്വർഗീയ ദർശനമൊക്കെ കഴിഞ്ഞ് ഹാനോക്കിന് കാണിച്ചു കൊടുക്കുന്ന വേറൊരു കാര്യമാണ്. എന്താണെന്നോ? ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യ ബ്ലൂ പ്രിന്റ്. ഊറിയേൽ എന്നൊരു മാലാഖയാണ് ഹാനോക്കിന് വഴികാട്ടിയാവുന്നത്. ആ മാലാഖ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഈ പ്രപഞ്ചം ഒരു വലിയ മെഷീൻ പോലെയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഒരു മാറ്റവുമില്ലാത്ത കൃത്യമായ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്പറാണ് 364, 364. ഇതാണ് ദൈവത്തിന്റെ ഒരു പെർഫെക്റ്റ് വർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം. ഈ കാലണ്ടർ പ്രകാരം കാലങ്ങളും മാസങ്ങളും ആഘോഷങ്ങളുമെല്ലാം ഒരു പിഴവുമില്ലാതെ കൃത്യമായി ഒത്തുവരും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ പ്രപഞ്ചം വെറുമൊരു യാദൃശ്ചിക സംഭവമല്ല, മറിച്ച് എല്ലാത്തിനും കൃത്യമായൊരു ക്രമമുണ്ട് എന്ന വിശ്വാസമാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. ആകാശത്തുള്ള ഗ്രഹങ്ങളുടെ ചലനങ്ങൾ പോലും ഭൂമിയിലെ കാര്യങ്ങളെ സ്വാധീനിക്കുന്നു. അതായത് ഒരു തരം പുരാതന ശാസ്ത്രവും മിസ്റ്റിസിസവും ചേർന്ന ഒരു കാഴ്ചപ്പാട്. ശരി, പ്രപഞ്ചത്തിന്റെ ഈ ക്ലോക്ക് വർക്കൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തതെന്താ? ഹാനോക്കിന് മുന്നിൽ തെളിയുന്നത് ലോകത്തിന്റെ മുഴുവൻ ചരിത്രമാണ്, ഭൂതകാലവും വരാനിരിക്കുന്നതും. അതും എങ്ങനെയാണെന്നോ? മൃഗങ്ങളുടെ ഒരു വലിയ കെട്ടുകഥയിലൂടെ. അതെ, ഇതാണ് അനിമൽ അപ്പോക്കലിപ്സ്, അഥവാ മൃഗങ്ങളുടെ വെളിപാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഓരോ ചിഹ്നവും എന്താണെന്നറിയണം. അതിനൊരു ഡീകോഡർ കീ തന്നെ വേണം. അപ്പോൾ നമുക്ക് ആ കീ ഒന്ന് നോക്കാം. വെളുത്ത കാള എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മനുഷ്യരായ ആദമിനെയും നോഹയെയും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. താഴേക്ക് വീഴുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാലോ, അത് മനുഷ്യരെ വഴിതെറ്റിച്ച മാലാഖമാരാണ്. ആടുകൾ ഇസ്രായേൽ ജനതയെയും ചെന്നായ്ക്കളും കടുവകളുമൊക്കെ അവരെ ഉപദ്രവിച്ച ഈജിപ്റ്റ്, ബാബിലോൺ പോലുള്ള രാജ്യങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. അപ്പോൾ ഈ ചിഹ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട കഥകളെല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഭൂമിയിൽ നിന്നൊരു വെളുത്ത കാള ജനിക്കുന്നത് മുതൽ പ്രളയത്തെ അതിജീവിക്കുന്നത്, ചെങ്കടൽ മുറിച്ചു കടക്കുന്നത്, ദേവാലയം പണിയുന്നത്, അവസാനം ഒരു വലിയ ന്യായവിധി വരുന്നതുവരെ എല്ലാം ഈ മൃഗങ്ങളുടെ കഥയിലൂടെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഹാനോക്ക് തിരിച്ചു ഭൂമിയിലേക്ക് വരികയാണ്, ഒരു വർഷത്തേക്ക്. എന്തിനാണെന്നോ? താൻ കണ്ട കാര്യങ്ങളെല്ലാം തന്റെ മകനായ മെഥൂസലായിക്ക് വേണ്ടി എഴുതിവെക്കാൻ. ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം. ഈ പുസ്തകം ബൈബിളിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇതിലെ ആശയങ്ങൾ പിന്നീട് വന്ന പല ചിന്തകളെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, മനുഷ്യപുത്രൻ എന്ന പദം, മിഖായേൽ, ഗബ്രിയേൽ പോലുള്ള മാലാഖമാരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ, അന്ത്യന്യായവിധിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, ഇതെല്ലാം പിന്നീട് ക്രിസ്ത്യൻ, യഹൂദ മതഗ്രന്ഥങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. അപ്പോൾ ഹാനോക്കിന്റെ ഈ യാത്രയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, സ്വർഗമെന്ന് പറയുന്നത് കൃത്യമായ ചിട്ടകളൊക്കെയുള്ള ആളുകളുള്ള ഒരിടമാണ്. 2, ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഒരു ദൈവികമായ കണക്ക് പ്രകാരമാണ്. 3, നമ്മുടെ ചരിത്രം വെറുതെ സംഭവിക്കുന്നതല്ല, അതിനൊരു പ്രവചനപാതയുണ്ട്. നാലാമതായി,
എല്ലാവർക്കും ഒരു അന്തിമ ന്യായവിധി ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുതൽ ഭൂമിയിലെ ഓരോ കാര്യങ്ങൾക്കും ഒരു കൃത്യമായ ഓർഡറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയധികം സ്വാധീനവും പ്രാധാന്യവുമുള്ള ഒരു പുസ്തകം എന്തിനാണ് ഔദ്യോഗിക ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത്? നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാരും ദേവശാസ്ത്രജ്ഞനും ഒരുപോലെ തലപുകഞ്ഞാലോചിക്കുന്നൊരു ചോദ്യമാണിത്. ആ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് നിർത്തുന്നു.